ഹായ് ഗായ്സ്. ഗോളം സിനിമയുടെ റിവ്യൂ ആണ് ഞങ്ങള് പറയാൻ പോകുന്നത്. ഗോളം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ത്രില്ലർ, ഒരു കുറ്റാന്വേഷണ കഥയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ട് നല്ലൊരു സിനിമ കണ്ട ഫീല് വളരെ അധികം തോന്നിയിരുന്നു. വളരെ ഒരു മിനിമം ബഡ്ജറ്റിൽ നിന്നിട്ട് വളരെ ചുരുങ്ങിയ സ്പേസുകളിൽ വളരെ ലൊക്കേഷനൊക്കെ വളരെ കുറവുള്ള ഒരു സിനിമയാണ്. ഒരു കമ്പനിയിൽ, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നടക്കുന്ന ഒരു മരണവും ആ മരണത്തെ തുടർന്നുണ്ടാവുന്ന ഇൻവെസ്റ്റിഗേഷനുമാണ് സിനിമ. പിന്നെ ആർട്ടിസ്റ്റുകളുടെ അഭിനയം മാത്രം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയ ഒരു സിനിമയാണ്. അതായത് വേറെ കൂടുതലായിട്ടൊന്നും നമുക്ക് ആൾക്കാരുടെ എക്സ്പ്രഷനിൽ നിന്നും ആൾക്കാരുടെ ഡയലോഗ് ഡെലിവറിയിൽ നിന്നും കോൺവെർസേഷനിൽ നിന്നും മാത്രം ബിൽഡ് ചെയ്ത് പോകുന്ന കുറ്റാന്വേഷണമാണ്. അപ്പൊ അതിന്റെ ആൾക്കാർ അഭിനയിപ്പിച്ചിരിക്കുന്ന രീതി എല്ലാരും വളരെ നന്നായിട്ട്, ഈ നമ്മൾ കാണുന്ന പല റീൽസിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലരും ഉണ്ട് സിനിമയിൽ, എല്ലാരും നന്നായിട്ട് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആകെ ഒരു ചെറിയ ഈ നായകൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ചെറിയ ആ ശബ്ദത്തിന്റെ ഡബിങ് മോഡുലേഷനിന്റെ ഒരു ചെറിയ പ്രശ്നം, ആളുടെ മൊത്തം ഫിസിക്ക് ഒരു ബോളിവുഡ് ആക്ടറുടെ പോലത്തെ ഒരു ഫിസിക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫിസിക് ആകുമ്പോ ആ വായിൽ നിന്ന്, ആ ഒരു ഫിസിക്കിൽ നിന്ന് ഒരു മലയാളം വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു കല്ലുകളി ഉണ്ടാവും. ഓൾറെഡി നമ്മളൊരു ഹിന്ദി പ്രതീക്ഷിച്ചിരിക്കുന്ന വായിൽ നിന്ന് മലയാളം വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പം അല്ല, അങ്ങനെ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നിയത് അല്ല, ഇപ്പൊ ഒരു ആള് ഇതാണ് എന്താ അസിസ്റ്റന്റ് IPS ആണ്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. അപ്പൊ ആള് ASP ആണ്. അപ്പൊ ആള് സംസാരിക്കുന്ന രീതി അങ്ങനെ ആവുമല്ലോ, ഒരു മനുഷ്യൻ അങ്ങനെ സംസാരിക്കല. അതുകൊണ്ട് അത് എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല സത്യത്തില്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കാം. ഒരു ബോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ്. പിന്നെ ആളൊരു ചെറിയൊരു എയർപിടുത്തം. രണ്ടാമത്തെ സിനിമയാണ്, ഫസ്റ്റ് സിനിമ ഗൽബ്, രണ്ടാമത്തെ സിനിമയാണിത്. അത് അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതെ ഉണ്ട്. അത് കാരണം ആള് ഒരു കുറച്ചും കൂടി ബ്രില്യന്റ് ആണ്, ഡിസിഷൻ തന്നെയാണ്. പിന്നെ ആള് ഭയങ്കരമായിട്ട് കാൽക്കുലേഷൻസ് നടത്തുന്ന ഒരാളാണ്. അതിന്റെ ഒരു സൈലൻസ് ആളിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നന്നായിട്ടുണ്ട്, സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇന്റർവെൽ സീൻ ഒരു രക്ഷയില്ലാത്ത സീനായിരുന്നു. നമ്മൾ പതുക്കെ സ്മൂത്തായി വന്ന് ഇന്റർവെൽ ആയപ്പോ ശരിക്കും ഹൊറർ ശരിക്കും ആ ഇന്റർവെൽ സീൻ പക്ക കണ്ടിരുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്ത് അടുത്ത എന്താണെന്ന് കാണണം എന്നുള്ളൊരു സംഭവം. സിനിമ ഹൊറർ ആയോ എന്ന് വരെ ചിന്തിച്ചു ഒറ്റടിക്ക്. ഇനി ആ ഓഫീസിലുള്ളവരൊക്കെ പ്രേതങ്ങളാണോ എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രേതങ്ങളാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. ഞങ്ങൾ അതിന്റെ സംഭവം പറയുന്നില്ല. പിന്നെ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് ഭയങ്കര പ്രശ്നമാവും. എന്തായാലും നിങ്ങളിപ്പോ കാണാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ട ഒരു സിനിമയാണ്. ഒരു സംവിധായകന്റെ ഇപ്പൊ നമ്മള് ഒരു ഫണ്ട് കിട്ടി അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കിട്ടി കഴിയുമ്പോ ഒരു തട്ടിക്കൂട്ട് സിനിമ എടുത്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിനിമയിലുള്ള ക്രൂ തന്നെ വന്നിരുന്ന സിനിമ കാണുമ്പോ കയ്യിൽ നിന്ന് പാളിന്ന് തോന്നുന്ന പല സിനിമകളും ഇവിടെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊരു ചെറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് വേണം. എന്നാലുണ്ടെന്നുണ്ടെങ്കിലും എല്ലാരും പുതിയ ആൾക്കാരൊക്കെ വെച്ചിട്ട് വളരെ എല്ലാവരും മിക്കവരും പുതിയ അതിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പൊ നന്നായിട്ട് കാർത്തിക് സൂര്യ ഉണ്ട്. പിന്നെ മറ്റേ റീലില് അളിയനായിട്ട് എന്നിട്ട് പേര് ഞാൻ മറന്നു. ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംഭവം. അതിൽ അളിയനായിട്ട് സ്വന്തം അനിയൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ആൾക്കൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അതിൽ മുടി ഒഴിയണ ആളുടെ ക്യാരക്ടർ. സംഭവം എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് കിരൺ ദാസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ട്. കിരൺ ദാസ് ആണെന്ന് തോന്നുന്നു. കിരൺ ദാസ് ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി കട്ടാണ്. കാരണം കിരൺ ദാസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുട്ടേജ് കൊണ്ടെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമില്ലാത്ത ആളെടുത്ത് ഫുട്ടേജ് എടുത്ത് കട്ട് ചെയ്ത് കളയും, ബോറടിക്കുമെന്ന് തോന്നി കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു എഡിറ്ററായിട്ട് എനിക്ക് തോന്നിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എഡിറ്ററാണ്. ഒരു സിനിമയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിരൺ ദാസിന് എഡിറ്റിംഗ് കൊടുക്കണം എന്ന് വരെ നമുക്ക് തോന്നില്ല. നമുക്കിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ അതിലെ ഒരു ടെക്നീഷ്യൻസിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു എഡിറ്റർ ആയിട്ടാണ്. മഹേഷ് ഭുവനേന്ദ്. അപ്പൊ കിരൺദാസ് വേറെ സിനിമയാണ്. മഹേഷ് ഭുവനേന്ദ് എന്നാണ് എഡിറ്ററുടെ പേര്. നല്ല എഡിറ്റിംഗ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എബി സെൽവിൻ തോമസ്. എല്ലാരും റിട്ടൺ ബൈ പ്രവീൺ ആർട്ട് ഡയറക്ടർ ആർട്ടൊക്കെ ആ ഓഫീസൊക്കെ റിട്ടൺ ബൈ പ്രവീൺ വിശ്വനാഥ് ആൻഡ് സംജാദ്. അത് എടുത്തു പറയണം. റൈറ്റിംഗിന്റെ സ്റ്റോറിയുടെ പ്ലോട്ട് വളരെ ഫ്രഷ് ആയിരുന്നു. ഒരു കൊറിയൻ സിനിമ കണ്ട അല്ലെങ്കിൽ ഒരു നല്ല കുറ്റാന്വേഷണ സിനിമ, അന്യഭാഷാ സിനിമ കണ്ട ഒരു ഫീല് നമുക്ക് തോന്നിയിരുന്നു. എന്തായാലും റെഫറൻസുകളും കാര്യങ്ങളൊക്കെ പുറത്തുള്ള ഭാഷയിലുള്ള സിനിമകൾ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും മലയാളത്തില് നമുക്കൊരു നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറയാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ പോയി കാണാം, കണ്ട് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ശരി, ബൈ.